എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡിലൊക്കെ നമുക്ക് പുരട്ടി കഴിക്കാവുന്ന ഒരു ചീസ് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 2 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുകയല്ലേ ചെയ്യുക. അപ്പോൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇത്തിരി അധികം ക്വാണ്ടിറ്റിയിലും കിട്ടും, നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം, പ്രിസർവേറ്റീവ് ഒന്നുമില്ല. അപ്പോൾ 2 പാക്കറ്റ് ഒരുവിധം ഒന്ന് തിളയ്ക്കാറായി തുടങ്ങുമ്പോൾ ഒരു സ്പൂണ് നന്നായി വിനെഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനെഗർ ഒഴിച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തീയിൽ വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ആ പാല് പിരിയുന്നതായിട്ട് കാണാം കേട്ടോ. ഇവിടെയും പിള്ളേർക്ക് ചീസും മയണൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മയണൈസ് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്, ചീസ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇപ്പം നല്ലൊരു റെസിപ്പി കിട്ടിയപ്പോൾ അപ്പോൾ എനിക്ക് ഉണ്ടാക്കി സൂക്ഷിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു എളുപ്പപ്പണിയാണ്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പോൾ പനീർ ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് പാല് ഇതുപോലെ പിരിച്ചെടുത്ത് നല്ലൊരു കോട്ടൺ ക്ലോത്തിൽ അരിച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് അതിൻ്റെ മുകളിലൊരു നല്ല കട്ടിയുള്ള എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനീർ കിട്ടും. ആ പനീർ എടുത്തിട്ട് നമുക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് പനീറൊക്കെ വാങ്ങാണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പനീറും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് പുറമേ നിന്ന് വാങ്ങുന്ന അത്ര പൈസയില്ല. അപ്പോൾ ഒരു 200 രൂപയൊക്കെ അല്ലേ ഒരു ചെറിയ പനീറിൻ്റെ ഇതിന്. അപ്പോൾ നമുക്കൊരു 4 പാക്കറ്റ് പാലൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിലൊക്കെ കൂടുതലായിട്ട് പനീർ കിട്ടും കേട്ടോ. അപ്പോൾ പനീർ നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളൊക്കെ ഏത് നേരം മൊബൈൽ നോക്കിയിരിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാം. മൊബൈലൊന്ന് ലൗഡിലിട്ട് വെച്ചിട്ട് നമുക്കത് കേൾക്കുകയും ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതിന് നമ്മൾ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുകയാണ്. പാകത്തിന് കുറേശ്ശെ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് അതിനെ ഒരു ചീസ് ബ്രെഡിൻ്റെ പരുവത്തിലേക്ക് ആക്കണ്ടല്ലോ, നമുക്ക് ബ്രെഡിലൊന്ന് പുരട്ടാവുന്ന പരുവത്തിലാക്കണ്ടേ. അപ്പോൾ കുറേശ്ശെയായിട്ട് പാലും കൂടി ചേർത്ത് നന്നായി ഒരു ക്രീം രൂപത്തിലേക്ക് നമ്മൾ അതിനെ അടിച്ചെടുക്കുകയാണ്. ഇപ്പം നമുക്ക് ക്രീം കിട്ടി. അതായത് ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടിയും പാലൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടിയും ഒരു ലിക്വിഡ് രൂപത്തിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ക്രീമായിട്ട് കിട്ടി. അതായത് നമ്മൾ പനീർ കറിയിലും അതുപോലെ അങ്ങനത്തെ കറികളിലൊക്കെ നമ്മൾ ലാസ്റ്റ് ക്രീം ചേർക്കാറില്ലേ. അപ്പോൾ ഇതിന് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രീമായിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, അതുപോലെ ഞാനൊരു പൊട്ട് വിനെഗറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആ ഒരു പുളിപ്പുള്ള മയണൈസിൻ്റെ ഒരു രുചിയാണ് ഇവിടെ ഇഷ്ടം. അതുപോലെ തന്നെ കുറച്ച് തക്കാളി സോസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ചീസ് ബ്രെഡിലേക്ക് പുരട്ടാൻ നല്ല സ്വാദായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചേർത്ത് ഒന്നും കൂടി അടിച്ചു കൊടുത്തപ്പോൾ ദാ ഈ പരുവത്തിലാണ് നമ്മുടെ ക്രീം ചീസ് ഇരിക്കുന്നത്. വലിയൊരു പാത്രത്തിൽ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും സാധനങ്ങൾ അവൈലബിൾ ആവും. കുട്ടികൾക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി ബ്രെഡിലോ ഒക്കെ പുരട്ടി കഴിക്കാനോ ചപ്പാത്തിയുടെ ഇടയിൽ വെക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് പീനട്ട് ബട്ടർ ഒരു ഭാഗത്ത് പുരട്ടിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് നമ്മുടെ ക്രീം ചീസും കൂടി പുരട്ടിയിട്ട് ആണ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ പ്രോട്ടീനൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ.